ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനായാലും എത്ര വലിയ ജോലിയോ ഉത്തരവാദിത്വമോ ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളിൽ പരാജയമോ പ്രതിഫല നഷ്ടമോ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തില് നമ്മൾ കാണേണ്ട, നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഇന്ന് കാലം കർത്താവിന്റെ നാമത്തിൽ ഞാൻ നമ്മെ അറിയിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ഏത് വലിയ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര വലിയ ഉത്തരവാദിത്വത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണെങ്കിലും, തന്റെ ലക്ഷ്യത്തിൽ നിന്നോ തന്റെ ഉദ്ദേശത്തിൽ നിന്നോ തന്റെ സ്ഥാനത്ത് നിന്നോ താൻ പരാജയപ്പെടുവാനുള്ള സാധ്യത ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വേണം ആ സ്ഥാനത്തുകൂടി നമ്മൾ മുന്നേറുവാനെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മള് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നോക്കിയാൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചാൽ, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മാവി അപ്പനുമായ യിത്രോവിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ മരുഭൂമിക്ക് അപ്പുറത്തേക്ക് ആട്ടിൻകൂട്ടത്തെ നയിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ എത്തി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മോശയുടെ സ്ഥാനം എത്രയോ മേൽത്തരമായിരുന്നു. മോശ അലങ്കരിച്ച ആ പദവി എത്രയോ മനോഹരമായിരുന്നു. മോശ ചെയ്ത ജോലി ആരാലും അംഗീകാര യോഗ്യമായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് പോലും മോശയ്ക്കും പരാജയം സംഭവിച്ചു, മോശയ്ക്കും വീഴ്ച സംഭവിച്ചു, മോശയ്ക്കും നഷ്ടം സംഭവിച്ചു, മോശയ്ക്കും കോട്ടം സംഭവിച്ചു, മോശയ്ക്കും പ്രതിഫലം കൈവിട്ടു പോയി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ചിന്തയിലേക്ക് കടന്നു പോകുവാൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മോശ ആട്ടിടയനായി തന്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം തന്നെ വിളിച്ചു. ദൈവം തന്നെ വിളിച്ചതും അതേ ജോലി ചെയ്യുവാനാണ്. ആമേൻ. മോശ ഒരിക്കൽ ആട്ടിടയനായിരുന്നു. ആട്ടിടയനായിരുന്ന മോശയെ ദൈവം വിളിച്ചു. ദൈവത്തിന്റെ ആടുകളുടെ ഇടയനായി, ദൈവത്തിന്റെ ആടുകളെ നയിക്കുവാനായി, ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കുവാനായി ദൈവം മോശയെ വിളിച്ചു. ആ വിളി അനുസരിച്ച് മോശ ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കാനുള്ള ആട്ടിടയനായി തന്റെ ഔദ്യോഗിക ജോലി വളരെ നല്ലതുപോലെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെയും താൻ പരാജിതനായി, അവിടെയും തനിക്ക് തോൽവി സംഭവിച്ചു, അവിടെയും തനിക്ക് വീഴ്ച സംഭവിച്ചു, അവിടെയും തനിക്ക് പ്രതിഫലം നഷ്ടപ്പോയി എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം, നമ്മൾ എത്ര വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ ആയിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുവാൻ സാധ്യതയുണ്ട്, പരാജയം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്, കൂലി നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്, പ്രതിഫലം കൈവിട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നാം അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 23 മുതൽ വായിക്കുമ്പോൾ, അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, ദൈവമായ യഹോവ നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ മനോഹരമായ അത്ഭുതകരമായ പ്രവൃത്തികളും അതിനുള്ള സാധ്യതകളും അതിനുള്ള വഴികളും അതിന്റെ അനുഗ്രഹത്തിന്റെ രീതികളുമെല്ലാം ദൈവം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ച് വീഴ്ച സംഭവിക്കാം.
നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് വളർച്ചയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആ പറച്ചിലിന്റെ സാരം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതവും ദൈവത്തിന്റെ അതിശയങ്ങളും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളും ദൈവത്തിന്റെ മഹാപ്രവൃത്തികൾ നടന്നതിന്റെ അടയാളങ്ങളും ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണമായി മുന്നേറുമ്പോൾ ആ മുന്നേറ്റത്തിൽ നമുക്ക് വീഴ്ച സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ദൈവമായ യഹോവ തന്റെ മഹത്വവും തന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ അത്ഭുത പ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലോ ഭൂമിയിലോ ആരുള്ളൂ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ മോശ പറയാണ്, ഇത്രയും മഹാനായ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ഇവൻ മാത്രമാണ്. ഇത്ര വലിയ പ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം അല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവ സന്നിധിയിൽ നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നമുക്ക് ദൈവത്തിന്റെ അത്ഭുത അടയാള മഹത്വകരമായ പ്രവൃത്തികൾ ദൈവം കാണിച്ചു തരുവാൻ തുടങ്ങുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങുകയാണ്. ആമേൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ എപ്പോഴാണ് ആത്മീക മേഖലയിൽ ക്രിസ്തീയ വിശ്വാസ പന്താവിൽ അനുഗ്രഹം തുടങ്ങുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മനോഹരമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണാൽ കാണുമ്പോൾ അനുഗ്രഹം വാഴ്ക്കൽ നിൽക്കുകയാണ്. അനുഗ്രഹം സമീപത്ത് വന്നു നിൽക്കുകയാണ്. അനുഗ്രഹം നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മൾ കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകും, എനിക്ക് അങ്ങനെ കിട്ടണം, എനിക്ക് ഇങ്ങനെ കിട്ടണം, എനിക്ക് അത് കിട്ടണം, എനിക്ക് അത് തരണം എന്നെല്ലാം പറയും. അങ്ങനെ ഒരു പറച്ചിൽ സ്വാഭാവികമാണ്. ഇവിടെ മോശയും പറയുകയാണ്, ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ആവശ്യമാണ് ആത്മീയ വിശ്വാസ പന്താവിലെ ദൈവജനങ്ങളുടെ ആവശ്യം. നമുക്ക് ഇന്നയോളം കിട്ടാത്തതും ഇന്നയോളം കിട്ടിയിട്ടില്ലാത്തതും ഇന്നയോളം അനുഭവിക്കുവാൻ നല്ലതുപോലെ പൂർണ്ണമായി തികവോടെ നിറവോടെ അനുഭവിക്കാൻ കഴിയാത്ത നന്മകളും നന്മയുടെ ഉറവിടങ്ങളും അതിന്റെ സങ്കേതങ്ങളും അതിന്റെ എന്റെ അടുക്കലേക്കുള്ള ആകർഷണകരമായ ആഗമനവും എല്ലാം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പല കാര്യങ്ങളും പറയും. ദൈവമേ അത് തരണം, ദൈവമേ ഇത് തരണം, ദൈവമേ എന്നെ അങ്ങനെയാക്കണം, ദൈവമേ എന്റെ കുടുംബത്തെ ഈ നിലയിൽ ആക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവീക നന്മകളുടെ ദർശനത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകും. മോശയ്ക്കും അങ്ങനെ ഉണ്ടായി. ആ ഉണ്ടായത് തെറ്റല്ല, തെറ്റല്ല, തെറ്റല്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നാൽ യഹോവ നിങ്ങൾ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മോശ പറയാണ്, എന്നാൽ എനിക്ക് ഇതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആ സ്ഥലമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആ സ്ഥലത്തൊന്ന് കാലുവെച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ? അവിടുത്തെ അനുഭവങ്ങൾ ഒന്ന് അനുഭവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എന്റെ ആഗ്രഹം സഫലമാകുമോ, സാധ്യമാകുമോ, അംഗീകരിക്കുമോ, സ്ഥിരീകരിക്കുമോ, സ്വീകരിക്കുമോ, അതെന്റെ ജീവിതത്തിൽ പ്രായോഗികമായി എനിക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്ന് മോശ പറയാണ്. കാരണം ആ
സംശയം നിങ്ങൾ നിമിത്തം ദൈവം എന്നോട് കോപിച്ചു. അതുകൊണ്ട് ഇന്ന് പ്രകാരം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളോട് ദൈവനാമത്തിൽ ഈ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ, നല്ല താല്പര്യങ്ങൾ, നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങൾ, നല്ല ആവശ്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്. എന്നാൽ അത് അവകാശപ്പെട്ടതാണ് എന്നുള്ള അറിവിൽ നമുക്ക് അനുഭവിക്കുവാൻ ഇടവരുമ്പോൾ അതിന് പുറകിൽ ഒരു ചേതോവികാരം നമ്മൾ കാണേണ്ടതാണ്. അത് കിട്ടുന്നതിന് എനിക്കെന്തെങ്കിലും തടസ്സമുണ്ടോ? പ്രിയ ദൈവമക്കളെ, മോശയ്ക്ക് ഒറ്റയൊരു തടസ്സമേ ഉള്ളൂ. ദൈവം മോശയോട് കോപിച്ചു. ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിത മുന്നേറ്റ വളർച്ചയിൽ ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മളിലേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിന് തടസ്സമായി നമ്മുടെ മനസ്സിന്റെ കോപം ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മോചിതരായിത്തീരണം. ദൈവം നമ്മളോട് കോപിച്ചാൽ അനുഗ്രഹത്തിന് താമസം നേരിട്ടേക്കാം, അനുഗ്രഹത്തിന് ഉള്ള സമയം മാറിയേക്കാം. ഇവിടെ പറയുകയാണ്, എന്നാൽ യഹോവ നിങ്ങൾ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. പ്രിയ ദൈവമക്കളെ, ഒരു കുടുംബത്തിൽ ഒന്നിൽ അധികം വ്യക്തികളുണ്ട്. എന്നാൽ ആ കുടുംബത്തിലെ ഒരാൾ തന്റെ ദൈവത്തോട് ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് അപേക്ഷിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള മറ്റുള്ള വ്യക്തിയുമായി ഈ വ്യക്തിയുടെ മനസ്സ് ഏതെങ്കിലും രീതിയിൽ ഇവിടെ പറയുന്ന പോലെ കോപാകുലമായിരിക്കുകയാണെങ്കിൽ ആ മനസ്സിന്റെ നിറമില്ലായ്മയിലെ ആവശ്യകതയുടെ അപേക്ഷ ദൈവം നിരസിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ആ വ്യക്തി തന്നെ അറിയേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ കോപത്തിന്റെ പ്രതികൂല ഭവനത്തിലെ സാഹചര്യം മാറിയതിനു ശേഷം ദൈവത്തോട് താൻ അപേക്ഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹ തീരുമാനം ഇന്ന് പ്രകാരം ഈ വേദഭാഗത്തിൽ നിന്ന് കർത്താവിന്റെ നാമത്തിലൂടെ ഞാൻ ഈ ജനത്തെ ഓർപ്പിക്കുകയാണ്. എന്നാൽ യഹോവ നിങ്ങൾ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഇനി ഈ കാര്യത്തെ കുറിച്ച് ഒന്നും സംസാരിക്കരുത്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ബൈബിളിൽ ഒരു വലിയ തത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ആ ക്രമീകരണം നല്ലതുപോലെ ആക്കിയിട്ട് വേണം ദൈവത്തോട് കുടുംബാനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബം നല്ലതുപോലെ ഒന്ന് ക്രമീകരിക്കപ്പെട്ട് ഒരുങ്ങി ആ ഒരുക്കത്തോടുകൂടി വേണം നമ്മൾ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ ചോദിക്കുവാനോ പറയുവാനോ. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ കുടുംബം അതിന് അനുയോജ്യമായി തീരുകയില്ല. അങ്ങനെ തീരണമെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബത്തിലുള്ള മുഴുവൻ പേരുടെയും വിശ്വാസ യാത്ര ഒറ്റ വഴിയിലൂടെ ആയിരിക്കണം. ഒരു കുടുംബത്തിൽ 4 പേരുണ്ട്, 4 പേരുടെയും വിശ്വാസ യാത്ര വഴികൾ 4ആണെങ്കിൽ അവിടെ കുടുംബത്തിന്റെ യോജിപ്പില്ലായ്മയുടെ ആവശ്യാനുസരണമുള്ള ചോദ്യമാണെങ്കിലും ആവശ്യാനുസരണമുള്ള അപേക്ഷയാണെങ്കിലും അതിനോട് ദൈവം ആ കുടുംബത്തിന് മൊത്തമായി ഒരു നന്മ നൽകുവാൻ തക്കോണം ഇടപെടുവാൻ താമസമുണ്ട്, സാധ്യത കുറവാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരും ആ നല്ല മാനദണ്ഡത്തോടെ ഒരുമിച്ച് ചേർന്ന് മുന്നേറണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. കുടുംബത്തിലുള്ളവര് എല്ലാവരും വിശ്വാസ യാത്ര വഴി ഒന്നായിരിക്കണം. രണ്ടാമത്, കുടുംബത്തിലുള്ളവരെല്ലാവരും ദൈവസന്നിധിയിൽ ഒരാവശ്യം നേടിയെടുക്കുവാനായി ഒന്നിച്ചു നിൽക്കണം. ആമേൻ. ഒരാൾ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റൊരാൾ അതിനോട് യോജിക്കണം. ആമേൻ. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും മാനസികമായി ഒത്തൊരുമയോടെ ഏകകണ്ഠമായി പൊരുത്തത്തോടെ നിന്നാൽ മാത്രമേ ആ കുടുംബം ശക്തമായി അനുഗ്രഹിക്കപ്പെടൂ. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, മോശ
നല്ല കാര്യം ആഗ്രഹിച്ചു, നല്ല കാര്യം അപേക്ഷിച്ചു. എന്നാൽ മോശയുടെ ജീവിതത്തിൽ മോശ പറയുകയാണ്, നിങ്ങൾ നിമിത്തം ദൈവം എന്നോട് കോപിച്ചു, അതുകൊണ്ട് എന്റെ അപേക്ഷ നിഷേധിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിന്റെ നേരായിട്ടില്ലാത്ത നേരിന് വിപരീതമായ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നേരോടെ പോകുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയോ ബോധമോ ആവശ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയോ ദൈവം നിരസിച്ചേക്കാം, നിരസിക്കുവാൻ സാധ്യതയുണ്ട്, നിരസിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ മാസം നമുക്കൊരാഗ്രഹമുണ്ടായിരിക്കണം. എന്റെ അപേക്ഷ നിരസിക്കപ്പെടാതിരിക്കാൻ, എന്റെ ആവശ്യം ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ, എന്റെ ആവശ്യം തള്ളിക്കളയാതിരിക്കാൻ, ഞാൻ ചോദിക്കുന്നത് എനിക്ക് നിഷേധിക്കാതിരിക്കാൻ, ഞാൻ പറയുന്നത് എനിക്ക് നിഷേധിക്കാതിരിക്കാൻ, എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടാതിരിക്കുവാൻ എന്നോടൊപ്പമുള്ള ആരുടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിച്ച് കുടുംബം ഉയർത്തന്മയോടെ മുന്നേറുവാൻ സഹായിക്കണം. ഒരു വീട്ടിൽ വൈകിട്ട് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന എന്ന് സാധാരണ പറയും. ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾ പഠിക്കുന്നു, ഒരാൾ സംസാരിക്കുന്നു, ഒരാൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, ഒരാൾ ടെലിവിഷൻ കാണുന്നു. എങ്ങനെ പ്രാർത്ഥിച്ച് വിജയം വരിക്കും? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവരും ഒത്തൊരുമിക്കുവാൻ സാധിക്കും. ടെലിവിഷന്റെ മുന്നിൽ നിന്ന് മാറി, പഠനത്തിന്റെ മുന്നിൽ നിന്ന് മാറി, അടുക്കളയിൽ നിന്ന് മാറി, മറ്റേതെങ്കിലും ഉദ്യോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നെല്ലാം മാറി അതിനു വേണ്ടിയുള്ള ഒരു യോജിപ്പ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? മനസ്സ് ശുദ്ധമായിരിക്കണം, ശരീരവും ശുദ്ധമായിരിക്കണം. ആമേൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ മാനസികമായി ഒരുക്കത്തോടെ, ശാരീരികമായി ഒരുക്കത്തോടെ, ഈ രണ്ട് ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ ആ കാര്യം നടക്കും. ഞാന് പറയാൻ പ്രയാസം എനിക്കുണ്ടെങ്കിലും പറയട്ടെ. ഞാൻ ഈ ആഴ്ച ഒരു സ്ഥലത്തൂടെ പോയി. ദൈവവിശ്വാസമുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവരെന്നെ നിർബന്ധിച്ച് ഒരു ചായ കുടിക്കാൻ ഞാൻ പറഞ്ഞ് ഞാൻ വേറെ കുടിച്ചു തന്നു. അപ്പം ആ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കയറ്റത്ത് നിന്നാണ്. അപ്പം ആ വീടിന്റെ മുൻവശവും കിഴക്ക് വശവും കൂടെ കാണാൻ സാധിച്ചു. തിരിച്ച് കയറ്റത്തോട് നടന്നു കയറിയാകുമ്പോൾ ആ വീടിന്റെ പുറം സൈഡ് ഞാൻ കണ്ടു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ആ വീട്ടിൽ താമസിച്ചാൽ രോഗാണു പകരുവാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് ആ വീടിന്റെ അടുക്കള ഭാഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ തങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുക്കളയിൽ നിന്ന് കാല് കുത്തിയാൽ ചെളിയും അടുക്കളയിൽ നിന്ന് വീഴുന്ന മാലിന്യവും ചപ്പും ചവറും കാട് കൊണ്ട് നിൽക്കുകയാണ്. അതിലോട്ട് വേണം കാല് കുത്താൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഒരു മനുഷ്യൻ താമസിക്കുന്ന ഭവനവും അതിന്റെ പരിസരവും ഏകദേശം വൃത്തിയായിരിക്കുന്നത് നല്ലതല്ല. ഞാനിത് പറഞ്ഞതിന്റെ സാരം, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യം നേടുവാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ ശരീരവും വൃത്തിയായിരിക്കട്ടെ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒരുക്കമുണ്ടായിരിക്കണം. ആമേൻ. നമ്മുടെ കർത്താവായ യേശു, നമ്മുടെ ദൈവം
മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആട്ടിടയനായ മോശ ആടുകളെ മേയിച്ച് ദൈവം വെളിപ്പെടുന്ന മലയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കയറി ചെല്ലുകയാണ്. ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ പാദരക്ഷ അവിടെ അഴിച്ചു വെക്കുക. മോശയുടെ പാദരക്ഷ മോശയുടെ കാലുകൾക്ക് സംരക്ഷണം നൽകുന്ന പാദരക്ഷയാണെങ്കിൽ, കാലുകളെ സംരക്ഷിക്കുന്ന പാദരക്ഷ അതിന്റെ പുറം മുഴുവനും മലിനമായിരിക്കുമെന്നുള്ള ചിന്തയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. നിനക്ക് പോരായ്മയുണ്ട്, നിന്റെ പോരായ്മ ആ പാദരക്ഷ അഴിച്ചു വെക്കുവാൻ ദൈവം പറഞ്ഞതിലൂടെ മോശ വിവേചിക്കണം എന്നാണ് അതിന്റെ സാരം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ അകവും നമ്മുടെ പുറവും ഒരുക്കത്തോട് വേണം ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വൈകുന്നേരം സാധാരണ വീട്ടിലുള്ള ആൾക്കാര് ഏതെങ്കിലും ജോലിക്കൊക്കെ പോയാൽ ആ ജോലി കഴിഞ്ഞ്, വീട്ടിലുള്ളവരാണെങ്കിൽ തങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയോടുകൂടി വേദപുസ്തകത്തിന്റെ മുന്നിലേക്ക് ചെല്ലും. നമ്മുടെ കയ്യിൽ മുഴുവൻ അഴുക്കിരിക്കുമ്പോൾ അതുകൊണ്ട് ഇത് തൊടാൻ നമുക്ക് പ്രയാസം തോന്നണം. നമ്മുടെ കൈ മലിനമായിരിക്കുമ്പോൾ അതിൽ അഴുക്കും ചെളിയും കരിയും ആ മറ്റും ദോഷങ്ങളെല്ലാം പിടിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് ഇതിനെ തൊടാൻ നമുക്ക് പേടി വരണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ചില വീടുകളിൽ ഇരിക്കുന്ന വേദപുസ്തകം എടുത്ത് നോക്കിയാൽ ആ വേദപുസ്തകത്തില് ഒത്തിരി മലിനതകൾ കൈവിരലിന്റെ അടയാളത്തോടെ പതിഞ്ഞിരിക്കുന്നത് കാണാം. ഈ പറഞ്ഞതിന്റെ സാരം, നമ്മള് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തോടടുത്ത് അപേക്ഷയുമായി ചെല്ലുമ്പോൾ നമ്മുടെ അകവും നമ്മുടെ പുറവും നമ്മൾ അലാവോളം ഒരുങ്ങിയിരിക്കണമെന്നർത്ഥം. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ആട്ടിടയനായ മോശ ദൈവത്തോടടുത്തപ്പോൾ ദൈവം പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ആമേൻ. അതുകൊണ്ട് നിന്റെ പോരായ്മയെ നീ കണ്ടുമുട്ടി. ആ വിശുദ്ധ സ്ഥലത്ത് നിനക്ക് വെളിപ്പെടുത്താം ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ വരണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആന്തരികവും ബാഹ്യമായ ഒരുക്കത്തോടെ ഈ 2024 ഈ മെയ് മാസം മുതൽ, ഞാൻ ഈ പറയുന്ന സമയം മുതൽ നിങ്ങൾ ദൈവത്തോടടുത്ത് എന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും ദൈവത്തോട് പറഞ്ഞാൽ അതിനകത്ത് ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഒരു യോജിപ്പുണ്ടായിരിക്കണം. ആത്മീയമായി വിശ്വാസമായി ഒരു പൊരുത്തമുണ്ടായിരിക്കണം. ആ ഭവനം അതിനുവേണ്ടി ഒരുക്കണം. ആമേൻ. അങ്ങനെ ഒരുങ്ങിയാൽ ആ ഒരുക്കമുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ആയതിനാൽ നമ്മൾ ആന്തരികമായി ബാഹ്യമായി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരുക്കത്തോടെ ഒത്തൊരുമയോടെ ദൈവസന്നിധിയിൽ അടുത്ത് ദൈവത്തോട് ചോദിച്ചാൽ നിനക്കൊന്നും വിദൂരമായിരിക്കത്തില്ല എന്ന വിശാല നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.